ഒന്ന് അവിടെ വെച്ച് തന്നെ കുടുംബാംഗങ്ങളുടെ സാന്നിധ്യത്തിൽ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി അവിടെ വെച്ച് തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്യുക എന്നുള്ളതാണ്. അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംഘർഷ സാധ്യതയോ പ്രതിഷേധ സാധ്യതയോ ഉണ്ടെങ്കിൽ ആംബുലൻസിൽ മൃതദേഹം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവുകയും അവിടെ നിന്ന് ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം മൃതദേഹം കുടുംബത്തിന് വിട്ടുകൊടുക്കുകയോ ചെയ്യുക എന്നുള്ളതാണ്. രണ്ട് സാധ്യതയും പോലീസ് ഒരുപക്ഷെ പരിശോധിക്കുന്നുണ്ടാവാം. ഇതിലേറെ പ്രധാനപ്പെട്ട കാര്യം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇതിൽ വിശ്വാസപരമായ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് നിലവിലത്തെ സാഹചര്യത്തിൽ. അത് ഹൈക്കോടതിയുടെ ഉത്തരവുമായി ബന്ധപ്പെട്ട ഒരു വിഷയമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതൊരു ക്രൈം ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ പോലീസിന് ഇതൊരു സ്വാഭാവിക മരണമാണോ എന്ന് സംശയമുയർന്ന പശ്ചാത്തലത്തിൽ പരിശോധിക്കേണ്ടതായി വന്നിരിക്കുന്നത്. ഡെത്ത് സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ കുടുംബത്തിന് കഴിഞ്ഞിട്ടില്ല. നമ്മുടെ നാട്ടിലെ നിയമമനുസരിച്ച് ഡെത്ത് സർട്ടിഫിക്കറ്റ് ഹാജരാക്കുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം മിസ്സിങ്ങിനെ ഒരു അസ്വാഭാവികമായിട്ടുള്ള തിരോധാനമായിട്ട് അല്ലെങ്കിൽ മരണമായി കണക്കാക്കേണ്ടി വരും. അതാണ് നമ്മുടെ നാട്ടിലെ ചട്ടങ്ങൾ പറയുന്നത്. അപ്പോൾ ഡെത്ത് സർട്ടിഫിക്കറ്റ് ഇന്നലെ കുടുംബത്തിന് ഹാജരാക്കാൻ സാധിച്ചിരുന്നുവെങ്കിൽ ഈ മരണവും അതേപോലെ ഈ സമാധിയുമെല്ലാം മറ്റു ചില ആളുകൾക്ക് കൂടി കാണാനും അവരൊക്കെ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തിരുന്നുവെങ്കിൽ, ഒരു ഡോക്ടറെ കൊണ്ട് സാക്ഷ്യപ്പെടുത്തിയിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകുമായിരുന്നില്ല. എന്നാൽ ഡോക്ടറുടെ കൺസൾട്ടേഷന് നിൽക്കാതെ, ഡോക്ടർ അത് സ്ഥിരീകരിക്കാതെ, മറ്റാരെയും അറിയിക്കാതെ ദുരൂഹമായ സമാധി ഇരുത്തിയതിലാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ സംശയമുണ്ടായിരിക്കുന്നത്. കുടുംബാംഗങ്ങളിൽ നിന്ന് തന്നെ ആ സംശയം ഉണ്ടായി എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പുറത്തുനിന്നുള്ള ആർക്കും ഇനി അതിനകത്ത് ഇടപെടാൻ കഴിയില്ല. ഇത് വളരെ നിർണായകമായൊരു പ്രതികരണം കൂടി നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. ഇതേതെങ്കിലും തരത്തിൽ വിശ്വാസത്തിന്റെ പ്രശ്നമാണോ എന്ന് സംശയമുള്ളവർക്ക് ഉത്തരം കിട്ടുന്ന ഒരു മറുപടിയാണിത്. അത് ഗോപൻസ്വാമി മരിച്ച വിവരം തന്നെ ആരും അറിയിച്ചിരുന്നില്ലെന്ന് ഇപ്പോൾ പരാതി പറയുന്നത് സഹോദരി തങ്കമാണ്. തങ്കത്തിന്റെ പ്രതികരണം നമ്മളിപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. ഇത് വളരെ നിർണായകമാണ്. കാരണം കുടുംബത്തിനുള്ളിൽ നിന്നു തന്നെ ഇതിൽ ആദ്യം പരാതിയുമായി വന്നത് ആ കുടുംബത്തിൽ തന്നെ പെട്ട വിശ്വംഭരൻ എന്നോ പേരുള്ള അവരുടെ ഒരു അകന്ന ബന്ധുവാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റേതെങ്കിലും മനുഷ്യരല്ല ഇങ്ങനൊരു പരാതി ഉന്നയിച്ചതും ഈ പരിശോധനയിലേക്ക് നയിച്ചിരിക്കുന്ന സംശയങ്ങൾ ഉന്നയിച്ചതും കുടുംബത്തിനുള്ളിൽ നിന്ന് തന്നെ വന്ന ഒരു സംശയമാണ്. ഇപ്പോൾ തങ്കത്തിന്റെ പ്രതികരണം നമുക്കൊന്ന് കാണാം. അവസാനമായി ഒരു നോക്ക് കാണണമെന്നുണ്ടായിരുന്നു. സ്ലാബ് പൊളിക്കുമ്പോൾ അവസരം കിട്ടിയാൽ കാണാനെത്തുമെന്നും താൻ സമാധിയാകുമെന്ന് സഹോദരൻ മുമ്പ് പറഞ്ഞിരുന്നുവെന്നും തങ്കം റിപ്പോർട്ടറിനോട് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ആ പ്രതികരണം ഒന്ന് കേട്ടുവരാം. ചെറുപ്പത്തിലെ സമാധിയാകുമെന്ന് ചേട്ടൻ പറയും. അണ്ണന് അത് അച്ഛൻ ഈ കഥ അപ്പൂപ്പൻ മരിച്ച കഥ പറഞ്ഞതിന് ശേഷം അണ്ണൻ ഒരാഗ്രഹം. മരിച്ച വിവരം എങ്ങനെ അറിഞ്ഞേ? തേങ്ങ വെട്ടുന്ന ഒരാളല്ലേ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞത്, അല്ലാതെ അറിഞ്ഞില്ല, ഞാൻ പോയതുമില്ല. സഹോദരനെ ഒന്ന് അവസാനം കാണണമെന്ന് ആഗ്രഹമില്ലായിരുന്നോ? ആഗ്രഹം ഉണ്ടായിരുന്നു. അവിടെ പ്രേതം ഇല്ലെന്ന് എല്ലാരും പറയുന്നു. സ്വാമി പിന്നെ ഗുഹയ്ക്ക് അകത്താണെന്ന് പറഞ്ഞു. പിന്നെ എന്തിനു കണ്ടിട്ടും കാര്യമില്ലെന്ന് വിചാരിച്ചു. സഹോദരിയും ഇതൊന്നും അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ ഒന്ന് കാണണം എന്ന ആഗ്രഹം ഒരു സഹോദരിക്കുണ്ട്. തീർച്ചയായും അത് ന്യായമായൊരു ആവശ്യമാണ്. അതിനെ ആർക്കാണ് തടയാൻ കഴിയുക? അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു വിശ്വാസത്തിൻ്റെ പ്രശ്നമല്ല. സ്ലാബ് പൊളിക്കുകയാണെങ്കിൽ തൻ്റെ അച്ഛനെ തനിക്കൊന്ന് കാണണം എന്ന് തങ്കത്തിൻ്റെ ആഗ്രഹമുണ്ട് എന്നുള്ള പ്രതികരണമാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇപ്പോൾ കണ്ടത്. ഈ പ്രതികരണം കൂടി വരുന്നതോടുകൂടി ആ കാര്യം എന്താണ് എന്ന് പ്രേക്ഷകർക്കും ഇത് കാണുന്ന നാട്ടുകാർക്കും കാര്യങ്ങൾ ബോധ്യമായിട്ടുണ്ടാവും. ഇപ്പോൾ ഹൈക്കോടതി ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ ജില്ലാ പോലീസിന് വിന്യസിച്ചിട്ടുണ്ട് വലിയ പോലീസിനെ. സബ് കളക്ടർ RDO ഇപ്പോൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഫോറൻസിക് ഉദ്യോഗസ്ഥരടക്കമുള്ളവർ, ഫോറൻസിക് സർജൻ അടക്കം ഇപ്പോൾ സംഭവ സ്ഥലത്തുണ്ട്. അല്പസമയത്തിനുള്ളിൽ സ്ലാബ് പൊളിച്ച് ഇൻക്വസ്റ്റ് നടപടികളിലേക്ക് കടക്കും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നതും. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിർണായകമായ ദുരൂഹ സമാധിയിൽ ഇപ്പോൾ കാര്യങ്ങളുണ്ടാവുന്നു. കൂടുതൽ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ കൂടി ആ സ്ഥലത്തേക്ക് എത്തുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. റഹീസ, ആർക്കും ഒരു പരാതിയോ പരിഭവമോ പ്രതിഷേധമോ ഇല്ല എന്നുള്ളതാണ് ഏറെ ആശ്വാസകരമായ കാര്യം. നിയമത്തിന്റെ വഴിക്ക് തന്നെ മുന്നോട്ട് പോകുന്നു. മാതൃകാപരമായ പെരുമാറ്റമാണ് നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത്. അതിലൊരു പ്രതിഷേധമോ ബുദ്ധിമുട്ടോ ഒന്നും ആർക്കുമില്ല. ഒരു സഹോദരിയുടെ ആവശ്യമാണ്, അല്ലെങ്കിൽ മകളുടെ ആവശ്യമാണ് തീർച്ചയായിട്ടും ഈ കാര്യങ്ങളൊക്കെ കാണുക. സഹോദരി ഈ കാര്യം അറിയിച്ചിരിക്കുന്നു. തൻ്റെ സഹോദരൻ്റെ ഭൗതിക ശരീരം ഒന്ന് കാണണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ തങ്കം എന്ന് പറയുന്നത് സഹോദരിയാണ്, ഈ ഗോപൻസ്വാമിയുടെ സഹോദരി. ആ ഗോപൻസ്വാമിയുടെ സഹോദരിക്കും ഗോപൻസ്വാമി ഒന്ന് കാണണം എന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. അല്പസമയത്തിനുള്ളിൽ തന്നെ സ്ലാബ് പൊളിക്കലിലേക്ക് കടക്കുമല്ലേ റഹീസ്? അപ്പോൾ കാര്യങ്ങളൊക്കെ ഇനിയിപ്പോൾ നടപടിക്രമങ്ങളിലേക്ക് കടന്നിരിക്കുന്നു. പോലീസ് കുടുംബത്തെ വിവരം അറിയിച്ചിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ പ്രതിഷേധിച്ചാൽ കരുതൽ കസ്റ്റഡിയിലടക്കം പോകേണ്ടി വരും എന്നതും അറിയിച്ചിട്ടുണ്ട്, അല്ലേ റഹീസ്? ഇതിനകം തന്നെ അവരെ അറിയിച്ചിട്ടുണ്ട്. നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയായി എന്ന് നമുക്ക് പറയാൻ
സാധിക്കും. ഇനി സ്ലാബ് പൊളിക്കുന്ന നടപടികളിലേക്ക് കടക്കുക എന്നത് മാത്രമേ ഉള്ളൂ. മറ്റു നടപടിക്രമങ്ങളെല്ലാം ഇതിനകം തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട്. അത് എപ്പോഴാണ് എന്നത് മാത്രമാണ് നമുക്ക് അറിയേണ്ടുള്ളത്. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം. അത്ര പോലീസ് ആദ്യം നമ്മൾ ഇന്ന് രാവിലെ പോലീസ് ഉദ്യോഗസ്ഥർ ലഭിച്ചത് 200 പോലീസ് എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ അതിനൊക്കെ മുകളിൽ പോലീസ് ഏതാണ്ട് 100ഓളം പോലീസ് ഈ കോമ്പൗണ്ടിൽ മാത്രം നിൽക്കുന്നുണ്ട്. 2 DYSPമാർ, ഏതാണ്ട് 15 CIമാർ, 25ഓളം SIമാരുടെ നേതൃത്വത്തിലുള്ള ഒരു കനത്ത സുരക്ഷ കഴിഞ്ഞ ദിവസത്തെ പ്രതിഷേധം കണക്കിലെടുത്താണ് അത്തരത്തിലൊരു സുരക്ഷ ഒരുക്കിയിരിക്കുന്നത്. പക്ഷേ ഇന്ന് ഒരു തരത്തിലുള്ള പ്രതിഷേധവും ഇവിടെ ഇല്ല എന്ന് മനസ്സിലാക്കാം. നാട്ടുകാരാണോ? അല്ല, കാണാമെന്നാണ് ഇവിടെ ചില ആളുകൾ ഇവിടെ ഉണ്ട്. പക്ഷേ അവർ നാട്ടുകാരാണ്. തൊട്ടടുത്ത്, അതായത് പോലീസ് ആളുകളെ കടത്തി വിടാത്ത സ്ഥലം കഴിഞ്ഞ് വീടുള്ള ഈ ഗോപൻസ്വാമിയുടെ വീടിൻ്റെ അയൽവാസികളായ കുറച്ചാളുകൾ ഇവിടെ നിൽക്കുന്നുണ്ട് എന്നതൊഴിച്ചാൽ ഒഫീഷ്യൽസ് അല്ലാത്ത ആരും തന്നെ ഇവിടെ ഇല്ല എന്ന് കൃത്യമായി പറയേണ്ടി വരും. ഇനി നടപടിക്രമങ്ങൾ പൂർത്തിയായി. ഇനി സ്ലാബ് പൊളിക്കുന്ന നടപടികളിലേക്കാണ് കടക്കാനുള്ളത്. അതെപ്പോഴത്തേക്ക് കടക്കും എന്നത് മാത്രമേ അറിയാനുള്ളൂ. എന്തായാലും അധികം വൈകില്ല. മറ്റ് എല്ലാ കാര്യങ്ങളും പൂർത്തിയായിട്ടുണ്ട്. ഇതിനുശേഷം ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം പോസ്റ്റ്മോർട്ടം ഇവിടെ വെച്ച് തന്നെയാണോ അതോ കൊണ്ടുപോകുമോ എന്നതാണ് അറിയേണ്ടത്. ഏറ്റവും അവസാനമായി നമ്മൾ അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കിയത് മൃതദേഹം ഇവിടെ വെച്ച് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിലാണെങ്കിൽ ഇവിടെ വെച്ച് തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്യും. അതല്ല, കൂടുതൽ അഴുകിയ നിലയിലും മറ്റുമാണെങ്കിൽ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാനുള്ള ഒരു ശ്രമം, അത്തരം ചില ചർച്ചകൾ ഉദ്യോഗസ്ഥർക്കിടയിൽ നടക്കുന്നു എന്നാണ് അരുൺ.